കോട്ടയം വൈക്കത്തെ റേഷൻ കടകളിൽ വിതരണത്തിനെത്തുന്നത് പുഴുവരിച്ച അരിയും ഗോതമ്പുമെന്ന് പരാതി. പുഴുവരിച്ച അരിയുമായി റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. അരി നിറയ്ക്കുമ്പോഴോ പരിശോധന കഴിഞ്ഞോ മില്ലുകളിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നതായി റേഷൻ വ്യാപാരികൾ ആരോപിച്ചു. വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഡിപ്പോയിൽ നിന്നും റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്ന അരിയുടെ അവസ്ഥയാണ് ഇത്. പുഴുക്കളും പുഴുക്കട്ടയും ചെള്ളും നിറഞ്ഞ അരി. ഗോതമ്പും ഇങ്ങനെ തന്നെ. ഒരു വിധത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ധാന്യങ്ങൾ ലഭിക്കുന്നത്. ഈർപ്പമുള്ളതിനാലാകാം ധാന്യങ്ങൾ പുഴുവരിക്കുന്നത്. അരി നിറയ്ക്കുമ്പോഴോ പരിശോധന കഴിഞ്ഞോ മില്ലുകളിൽ കൃത്രിമം നടക്കുന്നതിനാലാകാം അരിയിൽ പുഴുക്കൾ ഉണ്ടാകുന്നതെന്നും 3 മാസമായി റേഷൻ കടകളിൽ വിതരണത്തിനായി ഇത്തരം അരിയാണ് ലഭിക്കുന്നതെന്നും റേഷൻ ഡീലേഴ്സ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി വി ജോസഫ് പറഞ്ഞു. ഇപ്പോൾ ഈ ഡയമണ്ട് അരിയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ KE മില്ലല്ലേ, മില്ല്, ഈ 2 മില്ലുകളിലാണ് ഇപ്പോൾ കൂടുതൽ ആക്ഷേപം വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് നോക്കിയപ്പോഴത്തേക്ക് ഈ ചാക്കിന് സൈഡിൽ മുഴുവൻ പുഴുക്കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചാക്കിന് കൂടുതൽ ഈർപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ അരി നിറയ്ക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഈ QC പരിശോധന കഴിഞ്ഞിട്ട് ഈ മില്ലുകളിൽ കൃത്രിമം നടക്കുന്നുണ്ട്. അതാണ് ഈ അരി 2-3 മാസം കഴിയുമ്പോഴായിരിക്കും ഈ ഡിപ്പോയിലെത്തുകയും അവിടുന്ന് റേഷൻ കടകളിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അരി അവിടെ നിന്ന് പൂക്കും, അത് പുഴുവാകും, ഈ പുഴു പ്രാണിയാകും, ആ പ്രാണി വീണ്ടും മുട്ടയിട്ട് അത് പിന്നെയും പുഴുവാകും. ഇത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മോശമായ അരിയും ഗോതമ്പും തിരികെ എടുത്ത് ഭക്ഷ്യയോഗ്യമായവ പകരം നൽകണമെന്നും ആവശ്യപ്പെട്ട് തലയോലപ്പറമ്പ് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നിന്നും സപ്ലൈകോ ഡിപ്പോയിലേക്ക് റേഷൻ വ്യാപാരികൾ പ്രതിഷേധ മാർച്ച് നടത്തി. നേരത്തെ ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ജനം, കോട്ടയം.